വെറും 6 മാസം കൊണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നൊക്കെ കേട്ട് ഒരു അംഗീകാരവും ലഭിക്കാത്ത സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ വാങ്ങിക്കുന്ന സർട്ടിഫിക്കറ്റ് വെറും ഒരു കടലാസ് കഷ്ണം മാത്രമായി പോകരുത്. PSC UGC അംഗീകാരത്തോടു കൂടി ഒരു കേന്ദ്ര ഗവൺമെന്റ് ഡിഗ്രിയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഏറ്റവും ലളിതമായ പഠന രീതിയിലൂടെ പ്രായപരിധിയില്ലാതെ കേരളത്തിൽ എവിടെയിരുന്നും പരീക്ഷ എഴുതി BA, BCom, DBA, BSW എന്ന കോഴ്സുകളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ. ജോയിൻ നൗ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസും കാര്യങ്ങളൊക്കെ നമുക്ക് വരാറായിട്ടുണ്ട്. 27-ാം തീയതിയാണ് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എങ്ങനെയാണ് റിവിഷൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസും കാര്യങ്ങളൊക്കെ വരാറായിട്ടുണ്ട്. 27-ാം തീയതിയാണ് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. എങ്കിലും പലർക്കും പല സംശയങ്ങളുണ്ടായിരിക്കും. റിവിഷൻ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ കൂടി നമുക്ക് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ചില പേപ്പേഴ്സ് ചില ആളുകൾക്ക് ടഫ് ആയിരിക്കാം, ചിലർക്കത് ഈസി ആയിരിക്കാം. അപ്പോൾ നമ്മൾ ഏത് രൂപത്തിലാണ് റിവിഷൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പേപ്പർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് എത്ര പേപ്പേഴ്സ് വരുന്നുണ്ട്, ഈ ഒരു ഫസ്റ്റ് സെമസ്റ്ററിൽ എത്ര പേപ്പേഴ്സ് വരുന്നുണ്ട് എന്നുള്ളത് ടോട്ടലായിട്ട് നിങ്ങൾ നോക്കുക. അതിൽ ഏത് സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ട് തോന്നുന്നത് ആ സബ്ജക്റ്റ് നിങ്ങൾ ഫസ്റ്റിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. കാരണം നമുക്ക് ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റാണ് നിങ്ങൾ ഫസ്റ്റിൽ പഠിച്ച് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ള പേപ്പേഴ്സൊക്കെ മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ ഒരു ദിവസം ഒരു യൂണിറ്റ് എങ്കിലും കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ ഒരു 2 യൂണിറ്റ് എങ്കിലും കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ ഇനി നമുക്ക് റിവിഷൻ തുടങ്ങാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സാമിന് ഇനി ഒരുപാട് ദിവസങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നെങ്കിലും നിങ്ങൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ എക്സാം ടൈം ആകുമ്പോഴേക്കും നമുക്ക് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പോർഷൻസ് കവർ ചെയ്ത് മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് സാധിക്കുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പോർഷൻസും കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു മോഡൽ എക്സാമെങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. കാരണം നമുക്ക് ഏത് രൂപത്തിലാണ് എക്സാംസ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡൽ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പം റിവിഷനും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഏകദേശം പോർഷൻസ് കംപ്ലീറ്റ് ആയതിനു ശേഷം ആ ഒരു പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് ജസ്റ്റ് ഒന്ന് എക്സാം എഴുതി നോക്കുക. ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ മെയിൻ എക്സാമിന് വേണ്ടി പോകാനായിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങളുടെ കംപ്ലീറ്റ് സർവീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്